ഈ ഗോവിന്ദച്ചാമി അടച്ചിട്ടതിന് ശേഷം ഗോവിന്ദച്ചാമിക്ക് നിങ്ങൾ വെറുതെ ഫുഡ് ഇങ്ങനെ കൊണ്ട് അങ്ങോട്ട് ആ ഡോറിൻ്റെ ഇടയിൽ കൂടി തള്ളി കൊടുക്കുകയായിരുന്നോ പോലീസുകാരെ ചെയ്തുകൊണ്ടിരുന്നത്? ഇത്രയും നാൾ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന കൊടും ക്രിമിനലിനെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടല്ലേ, സ്റ്റേഷനകത്ത് നല്ല രീതിയിൽ അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ആ രീതിയിലുള്ള ട്രീറ്റ് അല്ല. ഇവനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ അവന് വേണ്ടിയിട്ട് അവൻ ഒത്താശ ചെയ്ത് കൊടുക്കുന്ന വെറും ഭിക്ഷക്കാരനായിരുന്ന ഗോവിന്ദച്ചാമി എന്ന് പറയുന്നവൻ പിൽക്കാലത്ത് കോടീശ്വരനായി. പിന്നെ ഈ പറയുന്ന സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊന്നതിന് ശേഷം നമ്മുടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പോയിരിക്കുകയാണ് ശിക്ഷ സ്വീകരിക്കാൻ. പക്ഷേ അവൻ അവിടെ അനുഭവിച്ചതല്ല എന്താണ്, അവിടെ സുഖവാസ കേന്ദ്രത്തിൽ പോയതിന് തുല്യമായിട്ടുള്ള കാര്യങ്ങളാണല്ലേ അവൻ അനുഭവിച്ചത്. ആഭ്യന്തരമന്ത്രിയും ആഭ്യന്തരമന്ത്രിക്കൊപ്പം നിൽക്കുന്ന എല്ലാ മന്ത്രിമാരും വെറും വാഴകളാണെന്ന് നമുക്ക് ഈ ഒരു കാര്യത്തിൽ മനസ്സിലാവുമ്പോഴും ആഭ്യന്തരമന്ത്രിയുടെ ആളുകളോ ഇതിനെ അനുകൂലിക്കുന്നുമില്ല, എന്നാൽ ഇതിനെ പ്രതികൂലിക്കുന്നുമില്ല. രണ്ടിനും ഇടയിലായിക്കൊണ്ടിരിക്കുകയാണ്. പ്രതികൂലിക്കുന്നില്ല എന്ന് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കത്തില്ല. അവർ ഇടയ്ക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ കുറച്ച് വിമർശനങ്ങൾ നടത്താറുണ്ട്. അത് ഈ പറയുന്ന കോൺഗ്രസിനെ BJP ഒക്കെ